Dear my students, +2 ക്ലാസ്സിലെ ചില പോർഷൻസാണ് ഈ A+ ഇംഗ്ലീഷ് ക്ലാസ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റിലെ ചില ഭാഗങ്ങൾ ആദ്യം. മേ ബി 3Ls, അതിന് പിന്നാലെ വന്നുകൊണ്ട് എനി വുമൺ, ഒപ്പം മാച്ച് ബോക്സസ്, ദെൻ ഹൊറിഗലു. ഈ പാഠങ്ങളെ റെഫർ ചെയ്യുന്ന വീഡിയോസ്. ഫസ്റ്റ്, എനി വുമൺ. So this unit itself is the need of freedom and equality to women. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത. ബിക്കോസ് ദേ സഫർ ടു മച്ച് ആൻഡ് ദേ ടോളറേറ്റ് ടു മച്ച്. ഏറെ കഷ്ടപ്പെടുന്നു സ്വന്തം കുടുംബം എന്ന അവസ്ഥയ്ക്ക് വേണ്ടി, ഭർത്താവിന്, മക്കൾക്ക്, പ്രായമുള്ളവർക്ക് വേണ്ടി. ബട്ട് ദേ ആർ നോട്ട് ലൗഡ്, ദേ ആർൻറ്റ് റിക്കഗ്നൈസ്ഡ്. പക്ഷേ അവർ നൽകുന്നത് പോലെ അവർക്ക് തിരിച്ച് ലഭിക്കുന്നില്ല. ദേ ഗിവ് ലവ് ടു എവരിബഡി, ബട്ട് ദേ ഡോണ്ട് ഗെറ്റ് ഇറ്റ് ബാക്ക്. ദേ ജസ്റ്റ് റിസീവ് ബ്ലേമിങ് ഓർ സപ്പോസ് അവോയ്ഡിങ്, അവഗണന, കുറ്റപ്പെടുത്തൽ. ബട്ട് suffering all that, they remain as the pillar of the house, keystone of the arch of the house. അവർ വീടിൻ്റെ തൂണായിട്ട്, ആണിക്കല്ലായിട്ട് നിലകൊള്ളുന്നു until their death. അതുകൊണ്ട് ഒന്നാമത്തെ യൂണിറ്റ് പഠിക്കുമ്പോൾ മാഷ റെഫർ ചെയ്യുന്നത് ടോട്ടൽ യൂണിറ്റ് ആൻഡ് ടോട്ടൽ എവാലുവേഷൻ. അതിൽ കൂടെയാണ്, അതിൻ്റെ പരിഹാരമാണ് ക്രിസ്റ്റീന പറഞ്ഞിരിക്കുന്ന 3Ls. ലേണിംഗ്, അതിലൂടെ ലേബർ. ത്രൂ ലേണിംഗ് ആൻഡ് ലേബർ വി ഗെറ്റ്, എസ്പെഷ്യലി വിമൻ ഗെറ്റ് ലീഡർഷിപ്പ്. അതാണ് 3Ls. ഹൊറിഗലു, ദാറ്റ് ഈസ് ചുമട് താങ്ങി. ദാറ്റ് മീൻസ് ദേ ആർ റെഡി ടു സഫർ. നാം പുരുഷൻ്റെ ചുമട്, കുടുംബത്തിൻ്റെ ചുമട്, മറ്റുള്ളവരുടെ കുട്ടികളുടെ ചുമട്, ആ ഭാരമൊക്കെ അവരുടെ തോളിലേക്കാണ്, അവരുടെ മനസ്സിലേക്കാണ് ഇറക്കി വയ്ക്കുന്നത്. ബട്ട് നോബഡി കൺസിഡർ ദം. ലെറ്റ് us കം ടു ദ പോയം. നോക്കാം. എനി വുമൺ. വാട്ട്സ് യുവർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം? വെൻ ഡസ് എ പേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം? ഡു വിമൻ എൻജോയ് റിയൽ ഫ്രീഡം? എന്താണ് സ്വാതന്ത്ര്യം? ദാറ്റ് മീൻസ് നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ജീവിതമല്ല. ദാറ്റ് മീൻസ് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ്. വി ഷുഡ് റിയലൈസ്, നമ്മൾ മനസ്സിലാക്കണം, സ്ത്രീകളായാലും പുരുഷനായാലും മനസ്സിലാക്കണം, വാട്ട് വി ഹാവ് ടു ഡു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹൗ വി ബിഹേവ്, ഹൗ ക്യാൻ വി ബിഹേവ്, എങ്ങനെയാണ് നാം പെരുമാറേണ്ടത്? ഹൗ വി ക്യാൻ എൻ്റർടൈൻ അതേഴ്സ്, ഹൗ വി ക്യാൻ പ്ലീസ് അതേഴ്സ്, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദി ഫാമിലി മെമ്പേഴ്സ്. ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനവും അതിനുള്ള സ്വാതന്ത്ര്യവും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും, ഇതൊക്കെയാണ് ഫ്രീഡം എന്ന വാക്കിനെ കൊണ്ട് ഈ യൂണിറ്റിലൂടെ അർത്ഥമാക്കുന്നത്. മറ്റൊന്ന്, വിമൻ സപ്പോർട്ട് എ ഫാമിലി, ബട്ട് ആർ ദേ റിയലി സപ്പോർട്ടഡ് ബൈ ദ ഫാമിലി? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ, I told you, women is the
key point, center point of a family. Take the case of a little child. She can live without the presence of the father, Papa. അച്ഛൻ്റെ സാന്നിധ്യമില്ലാതെ ഏത് കുട്ടിക്കും ജീവിക്കാം. Can a little child, ഒരു കൊച്ചു കുട്ടിക്ക് കഴിയുമോ? Only a mother can bring him or bring her up. ഒരമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ മദർ കെയർ, ദാറ്റ് ഈസ് സംതിങ് ഡിഫറൻറ്റ്. അമ്മയുടെ ആ അമ്മിഞ്ഞ പാൽ, അതാണ് കുട്ടിയുടെ അമൃത്, അതാണ് കുട്ടിയുടെ ജീവിതം, അതാണ് കുട്ടിയുടെ ജീവൻ, അതാണ് കുട്ടിയുടെ സുരക്ഷിതത്വം. അമ്മയാണ്, അമ്മയുടെ മടിത്തട്ടാണ് ദ മോസ്റ്റ് സേഫ്റ്റി പ്ലേസ് ഓഫ് എ ചൈൽഡ്. അമ്മയാണ് ദ ഫസ്റ്റ് ടീച്ചർ ഓഫ് എ ചൈൽഡ്. അമ്മയാണ് ദ മാറ്റർ ഓഫ് ഹാപ്പിനെസ് ഓഫ് എ ഹൗസ് ഓർ ദ ഫാമിലി. ദാറ്റ് ഈസ് വുമൺ ഹിയർ. അതാണ് ഇവിടുത്തെ സ്ത്രീ. നോക്കാം. Any woman, Catherine Tynan. On the pillars of the house, the keystone of the arch am I. I am the pillars of the house. Pillars, തൂണിൻ്റെ മുകളിലാണ് സ്ലാബ് സ്ഥാപിക്കപ്പെടുന്നത്. Without the pillar, what the roof is? ഞാനാണ് വീടിൻ്റെ തൂണ്. ഞാനാണ് ആർച്ചിൻ്റെ ആണിക്കല്ല്. ആണിക്കല്ലില്ലെങ്കിൽ പിന്നെ ആർച്ചില്ല. I know I am the base of my family. I know I am the base of my house. എൻ്റെ വീടിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറ തന്നെ ഞാനാണ് എന്നെനിക്കറിയാം. അതിൻ്റെ തൂണ് ഞാനാണ് എനിക്കറിയാം. അതിൻ്റെ ചുവര് ഞാനാണ് എനിക്കറിയാം. അതിൻ്റെ ഊർജം പകരുന്ന അടുക്കള, അടുപ്പ്, അതും ഞാനാണ്, അതും എനിക്കറിയാം. Take me away and roof and wall would fall to ruin the utterly. And if the pillar is removed, the pillar of the house is removed, or the pillar of a huge building is removed, what happens? That building totally collapses down. തകർന്ന് വീഴുക ചെയ്യുക. റൂഫും പോയി, വോളും പോയി. So she says, the woman says, the mother says, the wife says, the housewife says, I am the pillar, I am the wall, I am the roof, and I am the keystone of this house. ഈ വീടിൻ്റെ ആണിക്കല്ലാണ് ഞാൻ. ഈ വീടിൻ്റെ താങ്ങാണ് ഞാൻ. ഈ വീടിൻ്റെ ചുവരാണ് ഞാൻ. വിത്തൗട്ട് മീ, ഹൗ മൈ ചിൽഡ്രൻ ക്യാൻ ലിവ്, ഹൗ മൈ ഫാമിലി ക്യാൻ എക്സിസ്റ്റ്. ദീസ് ആർ ദി വേർഡ്സ് ഓഫ് എനി വുമൺ. ഏത് സ്ത്രീയും, എനി വുമൺ ഈസ് ലൈക്ക് ദിസ്. ഏത് സ്ത്രീയും ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് വുമൺഹുഡ്. അതിനെയാണ് നമ്മൾ സ്ത്രീത്വം എന്ന് പറയുന്നത്. ദ എംബോഡിമെൻ്റ് ഓഫ് ലവ് ആൻഡ് ടോളറൻസ്. സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ ആ പൂർണ്ണത. ദാറ്റ് ഈസ് വുമൺ. ദാറ്റ് ദ പോയം ഈസ് അബൌട്ട് ഇറ്റ്. I am the fire upon the hearth. Hearth, H-E-A-R-T-H. Hearth, അടുപ്പ്. അടുപ്പിലെ തീയും ഞാനാണ്. വിത്തൗട്ട് ഫയർ, വാട്ട് ഈസ് എ യൂസ് ഓഫ് എ ഹെർത്ത്? തീയില്ലെങ്കിൽ പിന്നെ അടുപ്പിനെ കൊണ്ട് എന്ത് കാര്യം? തീ പുകയാത്ത അടുപ്പ് എന്തിന്? ആൻഡ് ഹൗ ദ ഫാമിലി ക്യാൻ ഈറ്റ് എനിത്തിങ്, ആൻഡ് ഹൗ ദേ ക്യാൻ ഗെറ്റ് ഫുഡ്. അവർക്ക് എങ്ങനെ ഭക്ഷണം കിട്ടാനാണ്? സോ ഐ ആം ദി ഹെർത്ത് ആൻഡ് ഐ ആം ദ ഫയർ. അടുപ്പും ഞാനാണ്, അടുപ്പിലെ തീയും ഞാനാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സോ ഐ ആം ലൈക്ക് ദ സൺ. സൂര്യൻ. The sun gives us light. The sun gives us energy. And the sun gives us happiness. And the sun gives us comfort. അന്ധകാരമയമായ ഈ ഭൂമിയെ വെളിച്ചം കൊണ്ട് പൊതിയുന്നത്, ഊഷ്മളത കൊണ്ട്, ഊർജം കൊണ്ട്,
ശക്തി കൊണ്ട്, ചൂടുകൊണ്ട് സമ്പന്നമാക്കുന്നത്. ആൻഡ് വെൻ ദ സൺ റൈസസ് വി ആർ ഹാപ്പി. ദ ലൈറ്റ് ഈസ് ദ മാറ്റർ ഓഫ് ഹാപ്പിനെസ്. ദ സൺ ഈസ് ദ representative of light and energy. And what is the importance of the sun? The sun doesn't demand anything. ഒന്നും ചോദിക്കാറില്ല, ഒന്നും ആവശ്യപ്പെടാറില്ല സൂര്യൻ. ബട്ട് ദ സൺ ഗിവ്സ് ആൻഡ് ഗിവ്സ് ആൻഡ് ഗിവ്സ് ലൈറ്റ് ആൻഡ് എനർജി. ബേണിങ് ആൻഡ് ബേണിങ്. സ്വയം കത്തിയെരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ചൂട് പകരുന്ന, വെളിച്ചം പകരുന്ന, ഊർജം പകരുന്ന പ്രതിഭാസമാണ് സൂര്യൻ. ഇറ്റ്സ് എ ഫിനോമിന. ദ സൺ, ഇറ്റ് ഗിവ്സ് ലൈറ്റ്, ഇറ്റ് ഗിവ്സ് എനർജി, ഇറ്റ് ഗിവ്സ് ഹാപ്പിനെസ്, ഇറ്റ് ഗിവ്സ് ലൈഫ് ടു ദ earth. Like that the woman is. She gives everything to the family. She gives light to the family. She gives energy to the family. And she gives happiness to the family. Suppose the woman of the house is, the wife of the house is, the mother of the house is in sick bed. What may be the condition? ഒരു വീട്ടിലെ ഗൃഹനാഥ കിടപ്പിലാണെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ എന്താണ്? ലൈക്ക് ഡാർക്ക് നൈറ്റ് the house is. ഇരുണ്ട രാവ് പോലെയാണ് ആ വീട്. So the woman is like the sun. I am the light of the good sun. I am the heat that warms the earth, which else were colder than a stone. In my absence, in the absence of the sun, this earth is only like a cold stone. സൂര്യൻ്റെ അഭാവത്തിൽ ഈ ഭൂമി ഒരു കല്ല് പോലെ, ഇരുട്ടിൽ കാണുന്ന ഒരു കല്ല് പോലെയാണ്. ഒരു മല പോലെയോ ഒരു പർവ്വതം പോലെയോ. cannot be identified what it is, where it is and when it is. സമയം എന്താണെന്നോ സ്ഥലം ഏതാണെന്നോ വസ്തു എന്താണെന്നോ വേർതിരിച്ചറിയാൻ പറ്റില്ല. like that. As such, without a woman, the house is like that, the family is like that, our life is like that. I know this, but you don't realize it. ഞാൻ അങ്ങനെയാണ്, സ്ത്രീ അങ്ങനെയാണ്. Any woman is like that. ഏത് സ്ത്രീയും അങ്ങനെയാണ്. But the male doesn't realize it. The children don't realize it. The grown-up people, the other people, anybody may be, they don't realize the depth of the heart of the woman. They don't realize the sweetness of the mind of the woman. They don't realize the smartness of the inner of the woman. That is this poem. Next stanza. At me the children warm their hands. ഞാനാകുന്ന ചൂടിലാണ് എൻ്റെ മക്കൾ അവരുടെ കൈ ചൂട് പിടിപ്പിക്കാറ്. And they are unhappy, they are sick, they come and sit in my lap, on my lap. അവർക്ക് അസുഖമുള്ളപ്പോൾ അവർ എൻ്റെ മടിയിലാണ് ഇരിക്കുമ്പോൾ. when they are suffering from fever, I keep them to my chest. ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ നെഞ്ചിലെ ചൂടാണ് അവർക്ക് പകർന്നു നൽകാറുള്ളത്. സോ ഐ മേക്ക് ദം ലിവ്. ഞാനാണ് ചൂട് ജീവിപ്പിക്കുന്നത്. വിതൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്. ഞാനില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുക്കളയിലെ ആ അടുപ്പ് നിർജീവമാണ്. ഫയർലെസ് ആൻഡ് എനർജിലെസ് ആൻഡ് നോ ഫുഡ്, നോ ലൈഫ്. ഞാനില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ അടുക്കളയില്ല, അടുക്കളയിലെ അടുപ്പില്ല, അടുപ്പിലെ തീയില്ല, പുകയില്ല. നോ ഫുഡ്, ഭക്ഷണമില്ല. Nor could the precious children thrive. How can they thrive? How can they live? How can they fight? How can they work hard? എങ്ങനെയാണ് മക്കൾ പിന്നെ മുന്നേറുക?
Without me, without my help, without my support, how they can drive forward? ഞാനില്ലാതെ, എൻ്റെ ഈ സപ്പോർട്ടില്ലാതെ, എൻ്റെ ആബ്സെൻസ്, സാന്നിധ്യമില്ലാതെ, ഹൗ ക്യാൻ മൈ ഫാമിലി മെമ്പേഴ്സ് ഗോ ഫോർവേഡ്? ഹൗ ക്യാൻ ദേ ലിവ്? പിന്നെ അവരെങ്ങനെ ജീവിക്കും? ഐ നോ ദാറ്റ്. സോ I give my soul to them. I give my energy to them. I give my blood and flesh and all my inner to them. ഞാൻ എൻ്റെ രക്തവും എൻ്റെ മാംസവും എൻ്റെ ശരീരവും എൻ്റെ ചൂടും എൻ്റെ എല്ലാം എൻ്റെ കുട്ടികൾക്ക് നൽകുന്നു. Any woman of this world. Next stanza. I am the twist that holds together the children in its secret ring. So, when they quarrel together, when there is a quarrel in the house, I am the magical ring that make them together. അവർ ശണ്ട കൂടുമ്പോൾ അവർ ഒരുമിപ്പിച്ച് നിർത്തുന്നത് അമ്മ പറഞ്ഞാൽ മക്കൾ കേൾക്കുന്നു. She can do it. Only she can do it. And she is the reasoner behind that life together. ഒരുമിച്ച് ജീവിക്കുന്നതിലെ സുപ്രധാന കണ്ണിയും ഞാൻ തന്നെയാണ്. Their note of love, സ്നേഹത്തിൻ്റെ ബന്ധനം, note, cannot, the tie of love, from whose close tether means together, no lost child goes a wandering. No. When I leave, my child doesn't wander. He doesn't become a beggar. എൻ്റെ കുട്ടിയെ എൻ്റെ അരികിൽ നിന്ന്, എൻ്റെ വലയത്തിൽ നിന്ന്, ഞാനാകുന്ന സ്നേഹത്തിൻ്റെ വളയത്തിൽ നിന്ന്, I care him, I care her for 24 hours, seeing and without seeing, watching and without watching, caring and care. At any time there is a thought that remains in my mind. ഏതു സമയവും എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്കൊരു ചിന്തയുണ്ട്. അവർക്ക് ഒന്നും പറ്റരുതേ, നോ ഡാമേജ്, അവർക്ക് ഒരു അപകടവും സംഭവിക്കുക, നോ ഡേഞ്ചറസ് സിറ്റുവേഷൻ, അപകടമുണ്ടാവരുത്, നോ ഹാം, ഒന്നും സംഭവിക്കരുത്, ഓൺലി ഗുഡ്. ദൈവത്തിൻ്റെ മുന്നിൽ ഷീ പ്രേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗാഡ് ടു ബ്ലസ് ഹർ ചൈൽഡ്. ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, ഇരു കയ്യും ഉയർത്തി പ്രാർത്ഥിക്കുന്നു, കൂപ്പി പ്രാർത്ഥിക്കുന്നു. ഓ മൈ ഗാഡ്, ബ്ലസ് മൈ ചൈൽഡ്, പ്രൊട്ടക്റ്റ് മൈ ചൈൽഡ്, ലീഡ് മൈ ചൈൽഡ്. എൻ്റെ കുട്ടിയെ മുന്നോട്ട് നയിക്കണമേ, മുന്നോട്ടേക്ക് നയിക്കണമേ എന്ന്. ദിസ് ഈസ് ദ പ്രയർ ഓഫ് എ വുമൺ, ദിസ് ഈസ് ദ പ്രയർ ഓഫ് എ mother, this is the prayer of a housewife, not only about the children but about her husband and about her brothers and about her sisters. And she wants calmness and quietness and pleasureful condition in her house. അവർക്ക് വേണ്ടത് ശാന്തിയാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ആൻഡ് ഷീ തിങ്സ് ദാറ്റ് ഷീ ഈസ് ദ റീസണർ ഫോർ ഇറ്റ്. ഇതിനൊക്കെ കാരണം താനാണ്. ഇഫ് I think so, if I pray so, if I behave so, ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഞാൻ അങ്ങനെ പെരുമാറിയാൽ കുടുംബം നല്ലതാകും. ബട്ട് വാട്ട് ദ റെസ്പോൺസ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ടുവേർഡ്സ് ഹെർ? പക്ഷെ എന്താണ് അവരുടെ നേർക്ക് കുടുംബത്തിൻ്റെ പ്രതികരണം? ഡു ദേ റിട്ടേൺ ദ ലവ് ബാക്ക്? അവർ സ്നേഹം തിരിച്ചു കൊടുക്കാറുണ്ടോ? Only shouting and blaming, only disdain. ഷൗട്ടാണ് തിരിച്ച് കിട്ടുന്നത്, ബ്ലെയിമിങ്, കുറ്റപ്പെടുത്തലാണ് തിരിച്ച് കിട്ടുന്നത്, ഡിസ്ഡെയിൻ, നിന്ദിക്കലാണ് പലപ്പോഴും തിരിച്ച് കിട്ടുന്നത്. ആൻഡ് ഫൈനലി സേ, ഒടുവിൽ പറയുന്നു, യു ഹാവൻറ്റ് എനി വാല്യൂ, ഒന്നിനും കൊള്ളാത്ത എ വർത്ത്ലെസ് പേഴ്സൺ ഈസ്, ഇവൾ ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീയാണെന്ന്. They say, the family members say, for whom she has been living these years and years, for whom she has been burning herself,
for whom she has been spending her time and serving them. But what do they return? എന്താണ് അവർ തിരിച്ചു കൊടുക്കുന്നത്? ലാസ്റ്റ്, ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഇനി പറഞ്ഞ കാര്യങ്ങൾ തന്നോട് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അടി മുതൽ മുടി വരെ, തറ മുതൽ മേൽപ്പുര വരെ ഞാനാണ് എൻ്റെ വീട്. ഐ ഡെക്ക് ദ വാൾസ്. ഞാനാണ് ചുവരിനെ സംരക്ഷിക്കുന്നത്. ഞാൻ തന്നെയാണ് ചുവര്. ദ ബോർഡ് ഐ സ്പ്രെഡ്. ഞാൻ തന്നെയാണ് ബോർഡ്. ഞാൻ തന്നെയാണ് കവറിങ്. ഐ സ്പിൻ ദ കർട്ടൈൻസ്. എന്തിന്? എൻ്റെ വീടിൻ്റെ കർട്ടൈൻ പോലും സ്പിൻ ചെയ്യുന്നത്, തുന്നി രൂപപ്പെടുത്തുന്നത് വാർപ്പ് ആൻഡ് വൂഫ്. വാർപ്പ് ആൻഡ് വൂഫ്. ഇതാണ് വാർപ്പ് ആൻഡ് വൂഫ്. അതായത് ഊടും പാവും. ഞാനാണ് അതിൻ്റെ ഊടും പാവും. എന്നിലാണ്, എൻ്റെ അടിത്തറയിലാണ്, ഞാനാകുന്ന അടിത്തറയിലാണ് അത് നെയ്യപ്പെട്ടത്, തുന്നപ്പെട്ടത്. ഊടും പാവിട്ടാണ് നെയ്യുക. ഊടും പാവും വെച്ചിട്ടാണ് വീടിന് തറ കെട്ടുക. ഒന്ന് നീളത്തിലും ഒന്ന് കുറുകയും വിലങ്ങനെയും. അതാണ് ഊടും പാവും. അതാണ് വാർപ്പ് ആൻഡ് വൂഫ്. ദാറ്റ് മീൻസ് ഷീ ഈസ് ദ ബേസ് ഓഫ് ദാറ്റ് ഫാമിലി. ഷീ ഈസ് ദ ബേസ് ഓഫ് ദാറ്റ് ഹൗസ്. ആൻഡ് ഷീ ഈസ് ദ ബേസ് ഓഫ് ദാറ്റ് ഹെർ ഓൺ ഹോം. അവളാണ് വീട്, അവളാണ് അടിത്തറ, അവളാണ് തറ, അവളാണ് ചുവര്, അവളാണ് റൂഫ്, അവളാണ് പില്ലർ, അവളാണ് അടുപ്പ്, അവളാണ് അടുപ്പിലെ ചൂട്. ബട്ട് unfortunately the members of that family don't recognize it. Unfortunately the members of the family don't return the love of ocean she provides. സ്നേഹസാഗരമാണ് കൊടുക്കുന്നത്. ബട്ട് വാട്ട് ഷീ റിട്ടേൺഡ്? എന്താണ് അവൾക്ക് തിരിച്ചു കിട്ടിയത്? ഓൺലി ഹേറ്റ്രഡ്, ഓൺലി ബ്ലെയിമിങ്, ഓൺലി ദി ഡിസ്ഡെയിനിങ് ഓർ കണ്ടംനിങ് ഓഫ് ദ മെമ്പേഴ്സ്. കുടുംബ അംഗങ്ങളുടെ നിന്ന, പുച്ഛം, തരംതാഴ്ത്തൽ, കുറ്റപ്പെടുത്തൽ. Any woman of this world. And I spin the curtains, warp and woof, and shake the down to be their bed. And I arrange their bed. From morning to midnight, from early morning to midnight, I work and work and work for my family members. I live only for my children and my husband and my brothers and sisters and my father and mother and even to grandpa and others. 24 hours. Only a limited time she sleeps. And she wakes early. The first person who wakes up and the last person who sleeps. ആദ്യം ഉണർന്നെഴുന്നേൽക്കുന്ന വ്യക്തിയും ആ സ്ത്രീ തന്നെ, ഗൃഹനാഥ തന്നെ. അവസാനം ഉറങ്ങാൻ പോകുന്ന വ്യക്തിയും ആ സ്ത്രീ തന്നെ. സോ ദിസ് ഇസ് ദ റിയലൈസേഷൻ ഓഫ് ദ വുമൻഹുഡ്. Any woman can only do that. Any woman. And you say she is good for nothing fellow. She suffers, but she tolerates. You don't give any freedom to her. You don't give any equality to her. You don't give any love to her. And you don't give any recognition to her. But what about she? She loves you so much. She only recognizes you. She says, that is my child. She says, that is my husband. She says, that is my brother. She says, that is my sister. And do you give freedom to her? And she is always in the kitchen, never comes out. Or you don't permit her to come out to sit in the parlor. നിങ്ങളിരിക്കുന്ന പൂമുഖത്ത് വന്നിരിക്കാൻ നിങ്ങൾ പലപ്പോഴും അവർക്ക് സമയം കൊടുക്കാറില്ല, അനുവദിക്കാറില്ല. യു ഡോണ്ട് ഗിവ് ഇക്വാലിറ്റി. നിങ്ങൾ അവർക്ക് തുല്യത കൊടുക്കാറില്ല. യു അവോയ്ഡ് ഹർ, യു ഇഗ്നോർ ഹർ. ആൻഡ് ദാറ്റ്സ് വൈ ഷീ ടോളറേറ്റ് ഇറ്റ്. ഷീ ടോളറേറ്റ്, ബെയർ വിത്ത് ഇറ്റ്, സഹിക്കാണ്. And she thinks, finally she decides, or finally she recognizes herself, she is the person who is living only for sufferings. ദുരിതം അനുഭവിക്കാനായി
ജനിച്ചവളാണ് ഞാൻ എന്ന ധാരണ അവൾ സ്വയം ഏറ്റെടുക്കുന്നു. ഷീ ഈൽഡ് ടു ഇറ്റ്, അതിന് വഴങ്ങിക്കൊടുക്കുന്നു. ബട്ട് ഡിയർ മൈ സ്റ്റുഡൻസ്, when you grow up, male or female, boy or girl, don't be like that. Don't be like that. You give equality to your wife. You give equality to your mother. You give freedom to your mother. You give love to your mother. Learn to love. സ്നേഹിക്കാൻ പഠിക്കുക. Give love and you will get it back multiplied. സ്നേഹം കൊടുത്തു നോക്കൂ, നിങ്ങൾക്കേറെ തിരിച്ചു കിട്ടും. ലാസ്റ്റ് സ്റ്റാൻസ. I am their wall against all danger. അവരെ സർവമാന അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന അവരുടെ ചുവരാണ് ഞാൻ. നമ്മുടെ സ്കൂളിൻ്റെ കന്മതിൽ പോലെ സൂക്ഷിക്കുന്ന കോമ്പൗണ്ട് വാൾ. ആൻഡ് വുമൺ ഈസ് ദ കോമ്പൗണ്ട് വാൾ ഓഫ് ദാറ്റ് ഹൗസ് ഹോൾഡ് പ്രെമിസസ്. കോമ്പൗണ്ട് വാൾ ഇല്ലെങ്കിലും പട്ടി കുരച്ചാൽ അന്ന സമയത്ത് നോക്കും, ആരെങ്കിലും ചുമച്ചാൽ ആ സമയത്ത് വന്ന് നോക്കും, അപശബ്ദം കേട്ടാൽ അന്ന സമയത്ത് നോക്കും, കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാൽ ആ സമയത്ത് നോക്കും, ആരെങ്കിലും വരുന്ന ചെരുപ്പിൻ്റെ ശബ്ദം കാലടി കേട്ടാൽ ആ സമയത്ത് നോക്കും. ഷീ ഹെർസെൽഫ് ബിക്കംസ് ദ വാൾ. അവർ സ്വയം ചുവരായി, സംരക്ഷണ ചുമരായി മാറുന്നു. ആൻഡ് their door against the wind and snow. What is the use of a house? To live safely from snow and wind and rain and hot and dust. ചൂടിൽ നിന്നും പൊടിയിൽ നിന്നും മഴയിൽ നിന്നും കാറ്റിൽ നിന്നും മഞ്ഞിൽ നിന്നും അതൊന്നും ഏൽക്കാതെ സംരക്ഷിക്കുക. സോ ഷീ ഈസ് ഓൾസോ ഡൂയിങ് ദാറ്റ് സെയിം വർക്ക്. അവളും അത് തന്നെയാണ് ചെയ്യുന്നത്, അതേ ജോലി. ഈ വീട് എപ്രകാരത്തിലാണോ വീട്ടിലെ അംഗങ്ങളെ സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് ദിസ് വുമൺ ഹിർസെൽഫ് ബിക്കംസ് എ സ്ട്രോങ് വാൾഡ് ഹൗസ്, സ്ട്രോങ് റൂഫ്ഡ് ഹൗസ്, എ house having strong pillars, a house having a smart kitchen. Thou whom a woman laid in a manger, take me not till the children grow. അതുകൊണ്ട് എന്നെ എടുത്തു മാറ്റരുതേ. എൻ്റെ കുഞ്ഞ് വലുതാകുമ്പോഴേ. മാങ്കർ ഇവിടെ കൊടുത്തു, MANGER. A trough used to hold food for animals. Jesus Christ, whom in a margin. എന്നെ ഒരു തൊഴുത്തിൽ കിടക്കുന്ന ജീവിയെപ്പോലെ പരിഗണിച്ചാൽ പോലും, എങ്കിലും എൻ്റെ ലൈഫ്, മൈ ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്, ലൈക്ക് എൻ അനിമൽ. ബട്ട് ഡോണ്ട് ടേക്ക് മീ അവേ. പക്ഷെ എൻ്റെ കുഞ്ഞിൽ നിന്നും അകറ്റരുതേ. ഡോണ്ട് റിമൂവ് മീ, ഡോണ്ട് സെൻഡ് മീ അവേ. എൻ്റെ കുഞ്ഞിൽ നിന്നും അകറ്റരുതേ. I want to make him grow. I want to make her grow. I want to cherish him or her with love. എനിക്ക് എൻ്റെ മകളുടെ മനസ്സ്, ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കണം. ആൻഡ് they are my happiness. I am ready to suffer. I am ready to tolerate. I am ready to burn. I am ready to burn like a candle, or I am ready to burn like the sun. But please don't send me away. So this poem points out about the need of freedom and equality to the woman. So that is what we say, women empowerment. അവരെ അങ്ങനെ ഇനി വിട്ട് കളയരുത്, അവരെ ആ പ്രകാരത്തിൽ ഉപേക്ഷിക്കരുത്. പ്ലീസ് ലവ് ഹർ, പ്ലീസ് ലെറ്റ് ഹർ ലിവ്, പ്ലീസ് ഗിവ് ഹർ ഫ്രീഡം, പ്ലീസ് ഗിവ് ഹർ ഇക്വാലിറ്റി. യെസ്, ഇറ്റ് ഈസ് ദ ടൈം ടു വൈൻഡ് അപ്പ് ദിസ് പോയം, ആൻഡ് വി ക്യാൻ സീ in the next part.